ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറികൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ പായസം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാമിൻ്റെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇത് റോസ്റ്റ് ചെയ്തിട്ട് എടുത്ത ശേഷം നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമ്മൾ സേമിയ പായസം ഉണ്ടാക്കില്ലേ, ഈസി അല്ലേ സേമിയ പായസം ഉണ്ടാക്കാനത്. അപ്പോൾ അതേപോലത്തെ തന്നെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. 5 മിനിറ്റ് മതി. പരിപ്പ് പാലട ഉണ്ടാക്കാറില്ലേ, പിന്നെ സേമിയയും. വേറെ വെറൈറ്റി ആയിട്ട് ട്രൈ ഒന്നും ചെയ്യണമെന്നില്ലല്ലോ. ഈ പ്രാവശ്യം ഓണത്തിന് ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നാളികേരപ്പാലും, ഒന്നാമത്തെ പാല് രണ്ടാമത്തെ പാല് എടുത്ത് വെക്കണേ. പിന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം മാത്രം. ഇത്തിരി സമയമില്ല, ഒരു 5 മിനിറ്റ്. കണ്ട ഇങ്ങനെ നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പൊട്ടും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് എടുക്കുക. ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അഴുക്കും സാധനങ്ങളൊക്കെ ഉണ്ടാവേ, നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കണേ. ഒരു 4 പ്രാവശ്യമായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. നല്ല ക്ലീനായിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടേ. ഇങ്ങനെ എടുത്തിട്ട് അടുത്ത ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ട നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്താൻ വയ്ക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മതി, ശരിയാവും. കണ്ട ഇങ്ങനെ ചെയ്തിട്ട് ഒരു മൂടി വെച്ചിട്ട് ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം കേട്ടോ. 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരും മധുരം അനുസരിച്ചിട്ട് എടുത്താൽ മതി. ചോയ്സ്. ഇതിലൊക്കെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ശർക്കര പാനി ഉണ്ടാക്കാം. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് നാളികേരപ്പാൽ എടുക്കാം കേട്ടോ. നാളികേരം എടുക്കുക. നമുക്ക് അരച്ചിട്ട് ആദ്യത്തെ പാല് രണ്ടാമത്തെ പാല് മാറ്റി വയ്ക്കുക കേട്ടോ. ഇതും നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ മാത്രം സമയമില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ആദ്യത്തെ പാല് രണ്ടാമത്തെ പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഒക്കെ നമുക്ക് സൈഡിലേക്ക് വയ്ക്കുക. ഇനി നമുക്ക് ശർക്കര പാനി ആയിട്ടുണ്ട് നോക്കാം കേട്ടോ. അതെ, ആയിട്ടുണ്ട്. അഴുക്കൊന്നും ഇല്ല കേട്ടോ. ഇവിടെ കിട്ടണ ശർക്കര നല്ലത് കിട്ടും കേട്ടോ. എന്നാലും നമുക്കൊരു സ്ട്രെയിനറിൽ നോക്കാം എന്തെങ്കിലും ഉണ്ടെന്ന്. സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. പാത്രം ഉരുളിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ടിയുള്ളത് എടുക്കാം കേട്ടോ. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിട്ട് എടുക്കാം. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച അവലിട്ട് കൊടുക്കുക. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ആ നെയ്യിൽ വാറ്റിയെടുക്കണം കേട്ടോ. കണ്ട ഇങ്ങനെ നമുക്ക് ഒരു 5 മിനിറ്റ് ആ നെയ്യിൽ തന്നെ ഇതാക്കിയിട്ട് എടുക്കണേ. അതിനുശേഷം നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുക.
ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കുറുകിയായിട്ട് വരണം കേട്ടോ, കുറുകി വരണം കേട്ടോ. ഇതിനുള്ളിലോ ആ ശർക്കരപ്പാനിയും അവലും എല്ലാവരും യോജിച്ച് വരില്ലേ, അങ്ങനെ ആവണം കേട്ടോ. അതിനുശേഷം മാത്രമേ നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ, സമയമൊന്നും ആവശ്യമില്ല. കണ്ട ഇങ്ങനെ കുറുകി വന്ന പോലത്താവില്ലേ, ആ സമയത്ത് നമുക്ക് നാളികേരപ്പാൽ രണ്ടാമത്തെ പാലില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. കണ്ട പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് വെച്ചിട്ട് എവിടേക്ക് പോകണ്ട കേട്ടോ, പെട്ടെന്ന് കുറുകി പോരേ. 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കുക. ഏലക്കായും പഞ്ചസാര കൂടിയിട്ട് പൊടിച്ചെടുത്തതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ പാൽ വെച്ച് കൊടുക്കുക, രണ്ടാമത്തെ പാൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയല്ല കേട്ടോ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടിയിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നാളികേരം കുത്തി അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കില്ലേ, അത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അത് ഇത്രയല്ല കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കഴിച്ച് നോക്കിയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇല്ല വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.